ഞാൻ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. പഠിച്ചിട്ടുണ്ട് മില്ലറ്റ്സിനകത്തിൽ ബജ്ര ജോവർ റാഗി, അതിലെ നടുക്ക് കിടക്കുന്ന ജോവറാണിത്. കണ്ടപ്പോൾ വാങ്ങിച്ചു, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് എൻ്റെ സ്വന്തം പരീക്ഷണം. 1 ഗ്ലാസ് ജോവർ, 1/2 ഗ്ലാസ് ഉഴുന്ന്, 1 നുള്ളു ഉലുവ എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ കുതിരാൻ വെച്ചു. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കുന്നത് പോലെ അരച്ചെടുക്കണം. ഞാനൊരു ഇച്ചിരി ചോറും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ദോശയ്ക്കും ഇഡലിക്കും അരയ്ക്കുന്ന പോലെ എന്ന് പറഞ്ഞില്ലേ, അത് പോരാ, കുറച്ചും കൂടെ അരയാനുണ്ടായിരുന്നു. കുറച്ച് സമയം കൂടുതലെടുക്കും. വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ അരച്ച് വെച്ചു. രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എടുത്തു. ആഹ്, നല്ല ഭംഗി, നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ദോശ ഉണ്ടാക്കി നോക്കി, ഒരിത്തിരി പുളി കൂടുതൽ, ഒരു 2-3 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് ദോശ ഉണ്ടാക്കി. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നോ എന്തോ, കല്ലിൽ നിന്ന് ഒരു തരത്തി ഇളകി വരുന്നില്ല. ഇഡലി തട്ടെടുത്ത് എണ്ണയും തേച്ച് അതിലോട്ട് മാവൊഴിച്ചു. നല്ല പൂ പോലത്തെ ഇഡലി റെഡി. ടേസ്റ്റ് അത്രയ്ക്കൊന്നും പറയാനില്ല, പക്ഷേ ഹെൽത്തിയാണ്, പിന്നെ കഴിക്കാം. അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം ഒന്നും വലിയ ടേസ്റ്റൊന്നും കാണത്തില്ലല്ലോ. കുഴപ്പമില്ല.